പ്രധാനപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നത്? തലേദിവസം പറഞ്ഞതുപോലെ ചിറ്റയിടത്ത് വീട്ടിലെത്തിയതായിരുന്നു രാമചന്ദ്രനും അമ്പിയും. അവിടെ എത്തിയിട്ട് കുറച്ചു നേരമായിട്ടും സംസാരിക്കാനുള്ള വിഷയത്തെക്കുറിച്ച് ഒന്നും പറയാതെ ആയപ്പോഴാണ് ഹരിദാസ് കാര്യം അന്വേഷിച്ചത്. രാമചന്ദ്രൻ അമ്പിയെ ഒന്ന് നോക്കി. നീ തന്നെ പറ, എല്ലാം ഒപ്പിച്ചു വെച്ചത് നീയല്ലേ? അമ്പിയോടായി അയാൾ പറഞ്ഞു. ഇരുവരുടെയും സംസാരം കേട്ട് ഒന്നും മനസ്സിലാവാതെ ദർശനും ഹരിദാസും പരസ്പരം നോക്കി. അമ്പി എന്തൊപ്പിച്ചു വെച്ചു എന്നാ അങ്കിൾ പറയുന്നത്? അത് ഞാൻ പറയാം ദർശൻ. ഞാനും ഇവിടുത്തെ ദേവികയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അമ്പി ഒന്ന് ഇരുവരെയും നോക്കി. പ്രതീക്ഷിച്ച പോലെ തന്നെ ഞെട്ടിയിരിക്കുകയാണ് രണ്ടുപേരും. ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രേമിച്ച് നടക്കുകയായിരുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദേവിയെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ഞാൻ ആ ഇഷ്ടം അയാളോട് തുറന്നു പറഞ്ഞു. പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് സംസാരിച്ച് അവൾക്ക് കൂടി താല്പര്യമുണ്ടെങ്കിൽ ആലോചിക്കാമെന്ന് ദേവി പറഞ്ഞു. ദേവിയുടെ റിസൾട്ട് വന്നതും റാങ്ക് വാങ്ങിയതും എല്ലാം എനിക്കറിയാം. നിങ്ങൾക്ക് കൂടി സമ്മതമാണെങ്കിൽ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനം പറയണം. അമ്പി കാര്യങ്ങൾ അവതരിപ്പിച്ച രീതി സത്യത്തിൽ ഹരിദാസിനും ദർശനും ഒരുപാട് ഇഷ്ടമായി. ദേവിയെ ഒട്ടും കുറ്റപ്പെടുത്താതെ, എന്നാൽ അതേസമയം അവളുടെ മനസ്സിലെ താല്പര്യം അറിയിച്ചുകൊണ്ടാണ് അമ്പി സംസാരിച്ചത്. ഒരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് അമ്പിയൊന്നും വിചാരിക്കരുത്. ദേവിയെ എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്? ദേവിയുടെ ഫ്രണ്ട് നിത്യയില്ലേ, ആ കുട്ടിയുടെ ചേട്ടനും ഞാനും ഒന്നിച്ചാ പഠിച്ചത്. അതിൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ മാരേജ് ഫോട്ടോസ് FBയിൽ ഇട്ടിരുന്നു. അതിലാ ഞാൻ ആദ്യമായി ദേവിയെ കാണുന്നത്. പിന്നെ ഒരു തവണ നിതിൻ്റെ വീട്ടിൽ പോയപ്പോഴാ ദേവിയെ പരിചയപ്പെട്ടത്. പിന്നീട് ലൈബ്രറിയിൽ വെച്ച് കണ്ട കാര്യങ്ങളും മറ്റും ചെറുതായി തങ്ങളെ രണ്ടുപേരെയും കുറ്റപ്പെടുത്താത്ത രീതിയിൽ അമ്പി അവതരിപ്പിച്ചു. ഈ സ്ഥലത്തിൻ്റെ കാര്യം വന്നപ്പോൾ എനിക്കാദ്യം അറിയില്ലായിരുന്നു നിങ്ങളാണ് വാങ്ങാൻ പോകുന്നതെന്ന്. അന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം എങ്ങനെ നേരിടുമെന്നൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പാ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇവൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല താല്പര്യമായിരുന്നു. അന്നേ നിങ്ങളെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ്. എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു മറുപടി ഞങ്ങൾക്ക് തരണം. വൈകുന്നേരം ദേവി വന്നപ്പോൾ കാര്യങ്ങളെല്ലാം ദർശനും രാധയും ഹരിദാസും ദേവിയോട് അന്വേഷിച്ചു. ആദ്യമെല്ലാം അറിഞ്ഞപ്പോൾ അവളൊന്ന് പേടിച്ചു പോയെങ്കിലും ഹരിദാസിൻ്റെ തണുപ്പും മട്ടിലെ സമീപനം അവൾക്ക് ആശ്വാസം നൽകി. അവരെക്കുറിച്ചൊന്ന് നന്നായി അന്വേഷിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഹരിദാസ് അവൾക്ക് വാക്കുകൊടുത്തു. നിതിനോടാണ് അമ്പിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നതെന്ന് ദർശൻ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു വേണം നിത്യയും വീട്ടുകാരും വിവരങ്ങളെല്ലാം അറിയണമെന്ന് ദേവി നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് തന്നെ അവളാണ് ആദ്യം പോയി അവരെ കണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നിത്യയുടെ പിണക്കം അവൾ മാറ്റിയെടുത്തത്. 3 വർഷമായി ദേവി ഒരാളുമായി പ്രണയത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ആർക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല, പ്രത്യേകിച്ച് നിത്യയ്ക്ക്. അവൾക്ക് കൂടുതൽ സങ്കടമാണ് തോന്നിയത്, ഒരു വാക്കുപോലും പറയാത്തതിൽ. കല്ലുവരെ പോലെ തന്നെ നിത്യയെയും പറഞ്ഞു മനസ്സിലാക്കാൻ ദേവി ഒരുപാട് ബുദ്ധിമുട്ടി. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നോളം എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിരുന്നത് അവരോടാണ്. അപ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറച്ചു വെച്ചതിൽ 2 പേർക്കും അവളോട് നല്ല പിണക്കം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ദർശൻ വന്ന് നിതിനോട് അമ്പിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. കാർത്തുവിൻ്റെ കാര്യം ആദ്യം തന്നെ അമ്പി നിതിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് ആ കാര്യത്തിൽ അവൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുപോലെ തന്നെയാണ് നിതിനും സംസാരിച്ചത്. 1-2 പേരോട് കൂടി അമ്പിയെക്കുറിച്ച് ദർശൻ അന്വേഷിച്ചു. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഒടുവിൽ 2 ദിവസം കഴിഞ്ഞ് ദർശനും ഹരിദാസും മാത്യുവും പിന്നെ ഹരിദാസിൻ്റെ ബന്ധത്തിലുള്ള ഒരു ജ്യേഷ്ഠനും കൂടി അമ്പിയുടെ വീട്ടിൽ പോകുവാനായി തീരുമാനമായി. എടാ, നമുക്ക് ഏതെങ്കിലും കമ്പനിയിലൊക്കെ ഇൻ്റർവ്യൂവിന് ഒന്ന് പോയി നോക്കാടാ. ശ്രീനിവാസനങ്ങൾ പറഞ്ഞു, അന്ന് നമ്മൾ പ്രോജക്റ്റ് ചെയ്യാൻ നോക്കിയ കമ്പനിയില്ലേ ഫ്യൂച്ചർ ഡിസൈൻസ്, അവിടേക്ക് സ്റ്റാഫുകളെ നോക്കുന്നുണ്ടെന്ന്. നമുക്കും ഒന്ന് ശ്രമിച്ചാലോ? സ്വാതിയുടെ ചോദ്യങ്ങൾക്ക് അലസമായി ആമിയൊന്ന് മൂളി. എന്താടാ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇന്നാ അവർ വീട്ടിലേക്ക് വരുന്നത്. ആര്? അമ്പിയേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയില്ലേ, ആ കുട്ടിയുടെ ആളുകൾ. എന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ എന്തിനാടി അവിടെ? എന്നെയും അമ്മയെയും ഒന്നും അവർക്ക് ആവശ്യമില്ല. അവർ 3 പേരും കൂടി കാര്യങ്ങൾ തീരുമാനിക്കും. ഞാനിപ്പോൾ ആ വീട്ടിലൊരു അധികപ്പറ്റാണ്. നീ കല്യാണത്തിന് എതിരാണെന്ന് കരുതിയിട്ടാവും അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാരല്ല, പോട്ടെ, നീ വിഷമിക്കാതെ. എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് ചെല്ല്, ഇല്ലെങ്കിൽ അത് മോശമാകും.
മടിയോടെയാണെങ്കിലും സ്വാതി പറഞ്ഞതുകൊണ്ട് ആമി വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്കെല്ലാം അവൾ ആലോചിച്ചത് ഇന്നലെ കാർത്തുവിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞതിനെക്കുറിച്ചാണ്. ഒരു സാധാരണ കാര്യം കേൾക്കുന്നത് പോലെയാണ് കാർത്തു എല്ലാം കേട്ടത്. കല്യാണത്തിന് വിളിക്കണമെന്നും ലീവ് ഉണ്ടെങ്കിൽ തീർച്ചയായും വരുമെന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ ആമിക്കുള്ളിൽ ആകെ നീർന്നതുപോലെ തോന്നി. പെണ്ണും ചെക്കനും നേരത്തെ കണ്ടതുകൊണ്ട് പെണ്ണ് കാണലിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു 4-5 പേര് ചെക്കനെയും കൊണ്ട് വീട്ടിലേക്കൊന്ന് വരണം. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. വീട്ടിൽ വെച്ച് എല്ലാവരും കൂടി സംസാരിച്ച് തീരുമാനിച്ചിരുന്ന കാര്യം ഹരിദാസിൻ്റെ ജ്യേഷ്ഠസ്ഥാനത്ത് നിൽക്കുന്ന അയാളുടെ വല്യച്ഛൻ്റെ മകനായ സുദേവൻ അമ്പിയുടെ വീട്ടുകാരെ അറിയിച്ചു. ഓ, അതിനെന്താ, നിങ്ങൾക്ക് കൂടി സൗകര്യമുള്ള ഒരു ദിവസം അറിയിച്ചാൽ മതി. ഞങ്ങൾ കുറച്ച് ആളുകളുമായി വരാം. നമുക്ക് വേണമെങ്കിൽ അന്ന് തന്നെ നിശ്ചയത്തിനുള്ള തീയതിയും തീരുമാനിക്കാം. അല്ല, അമ്പിക്ക് 2 അനിയത്തിമാരുണ്ടെന്നല്ലേ പറഞ്ഞത്? 2 പേരെയും കണ്ടില്ലല്ലോ? മാത്യു ചോദിച്ചു. മൂത്ത മോള് മുകളിലുണ്ട്. കുറച്ചു നേരം മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് എന്തോ കാര്യം നോക്കാൻ വേണ്ടി മുകളിലേക്ക് പോയതാ. ഫിനാൻസിലെ കാര്യമൊക്കെ ഇപ്പോൾ അവൾ തനിച്ചാ നോക്കുന്നത്. 2ാമത്തെ മോള് ഇവിടെയില്ല. പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ചിലപ്പോൾ ഇപ്പോൾ എത്തും. വീട്ടിലേക്ക് വരുമ്പോൾ ചേച്ചി കൂടി വരണേ. മോളെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ? രാധിക സുധയോടായി ചോദിച്ചു. സുധയ്ക്ക് സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ കാണുമ്പോൾ കാർത്തികയുടെ കരഞ്ഞ മുഖമാണ് ഓർമ്മ വരുന്നത്. എന്നാൽ രാധികയും ബാക്കിയുള്ള വീട്ടുകാരുടെയും പെരുമാറ്റം അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അവരെല്ലാവരും നല്ലവരാണെന്ന് കുറച്ചു നേരം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി. എങ്ങനെയാ പോകുന്നത്, എത്ര പേരാ പോകുന്നത് എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയും ചന്ദ്രേട്ടനോട്. രാധികയും ഒന്ന് ചിരിച്ചു. സുധയൊരു പാവമാണെന്ന് കുറച്ചു നേരത്തെ സംസാരം കൊണ്ട് രാധികയ്ക്ക് മനസ്സിലായി. തന്നെപ്പോലെ തന്നെ ദേവിക്ക് നല്ലൊരു അമ്മയായിരിക്കണേ അവരും എന്നൊരു പ്രാർത്ഥനയെ രാധികയ്ക്ക് അന്നേരം ഉണ്ടായുള്ളൂ. വണ്ടി മുറ്റത്ത് കൊണ്ട് നിർത്തുമ്പോൾ 2 കാറുകൾ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആമിക്ക് മനസ്സിലായി അവർ എത്തിയിട്ടുണ്ടെന്ന്. ഒരു ചമ്മലോടെയാണ് അവൾ അകത്തേക്ക് കയറിയത്. ആ, മോൾ എത്തിയോ? വാ, അവർ വന്നിട്ടുണ്ട്. ഡോറ് തുറന്നു കൊടുത്ത രാമചന്ദ്രൻ മുന്നിലായി നിൽക്കുന്ന ആമിയെ കണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദർശനം ബാക്കിയുള്ളവർക്കും മുൻപിലായി കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് എൻ്റെ ഏറ്റവും ഇളയ മോള് അഭിരാമി. കുടിച്ചുകൊണ്ടിരുന്ന ചായയുടെ കപ്പ് ടീപ്പോയിൽ വെച്ച് നിവർന്നു നിന്നപ്പോഴാണ് രാമചന്ദ്രൻ പറഞ്ഞത് കേട്ട് ദർശൻ മുന്നിലേക്ക് നോക്കിയത്. മുൻപിൽ നിൽക്കുന്ന ആമിയെ കണ്ട് അവൻ ഒരു നിമിഷത്തേക്ക് സ്വയം മറന്നുപോയി. മറ്റുള്ളവരെയൊക്കെ നോക്കി ഒരു ചിരി സമ്മാനിച്ച് ഏറ്റവും ഒടുവിൽ ഇരുന്നവനിലേക്കായി ആ നേരം തന്നെ ആമിയുടെ നോട്ടവും എത്തി. ഒരു നിമിഷം 2 പേരുടെയും നോട്ടങ്ങൾ തമ്മിലിടഞ്ഞു. കണ്ണെടുക്കാതെ 2 പേരും പരസ്പരം നോക്കി നിന്നുപോയി.